IPL 19 സീസൺ ജയത്തോടെ തുടങ്ങി നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വിരാട് കോഹ്ലിക്കും ദേവ്ദത്ത് പടിക്കലിനും അർദ്ധ സെഞ്ചുറി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട്. ഖിലാഫ്, കഴിഞ്ഞ വർഷം RCB എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും സരിക സൂചിപ്പിച്ചതുപോലെ തന്നെ നീണ്ട 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ വർഷം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കിരീടം നേടിയിരുന്നു. അതേ ഒരു ശൈലിയിൽ തന്നെയാണ് ഇന്ന് ബംഗളൂരു 19 സീസണിലെ ആദ്യ മത്സരത്തിനെത്തിയത്. ആ ഒരു ജയത്തുടർച്ച തന്നെയാണ് ഈ സീസണിലെ ആദ്യ മത്സരത്തിലും കാഴ്ചവെച്ചത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലിയുടെ പ്രകടനം, അതേപോലെ തന്നെ ദേവ്ദത്ത് പടിക്കലിന്റെ പ്രകടനം. ഇരുവരും അർദ്ധ സെഞ്ചുറിയുമായി നേടി. ഇതിൽ 202 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ബാംഗ്ലൂരിനെ ആദ്യം ഒന്ന് പതറിയെങ്കിലും, അതായത് ഓപ്പണറായിട്ടുള്ള ഫിൽസാട്ട് 8 റൺസുമായി പുറത്തായെങ്കിലും പിന്നീട് കോഹ്ലിയും അതേപോലെ തന്നെ ദേവ്ദത്ത് പടിക്കലും കൂടി ചേർന്ന് രണ്ടാം വിക്കറ്റിൽ മികച്ചൊരു ഇന്നിംഗ്സ് തന്നെ പടുത്തുയർത്തുകയാണ്. അതിൽ അതിവേഗം റൺസ് ആയിരുന്നു ദേവ്ദത്ത് പടിക്കലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. 26 പന്തിൽ നിന്ന് 61 റൺസുമായി താരം പുറത്തായെങ്കിലും പിന്നീടെത്തിയ ക്യാപ്റ്റൻ രജത് പട്ടിദാറും മികച്ച ഒരു അതിവേഗം റൺസ് കണ്ടെത്തി. 31 റൺസുമായാണ് താരം പുറത്തായത്. പിന്നീടെത്തിയ ജിതേഷ് ശർമ്മയ്ക്ക് അല്പം നിരാശയായിരുന്നു സമ്മാനിച്ചത്. കാരണം താരം ഗോൾഡൻ ഡെക്കായി പുറത്താവുകയും ചെയ്തു. കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് തുടക്കം മുതൽ, അതായത് ഓപ്പണിംഗിൽ ഇറങ്ങി അവസാനം വരെ, ഈ ഒരു മത്സരത്തിന്റെ അവസാനം വരെ ടീമിന് ഒരു മികച്ച രീതിയിലുള്ള പിന്തുണ, അതായത് ഒരു അർദ്ധ സെഞ്ചുറിയുമായി കളത്തിൽ എത്തുന്നു. കളത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ അവസാന പന്തിൽ സിക്സർ അടിച്ചുകൊണ്ട് തന്നെ, ബൗണ്ടറി നേടിക്കൊണ്ട് തന്നെ ആ ഒരു വിജയം അനായാസമാക്കുന്നതിൽ ഏറെ നിർണായകമായി പങ്കുവച്ചത് വിരാട് കോഹ്ലി ആയിരുന്നു. വിരാട് കോഹ്ലിയുടെ പ്രകടനം എന്ന് പറയുന്നത് 38 പന്തിൽ നിന്ന് 69 റൺസ് ആയിരുന്നു വിരാട് കോഹ്ലി നേടിയത്. കൂടാതെ അതായത് ഒരു ഫ്രാഞ്ചൈസിയിൽ മാത്രം 19 വർഷങ്ങളായി കളിക്കുന്ന ഏക താരം എന്ന റെക്കോർഡും ഈ ഇന്നത്തെ മത്സരത്തിൽ വിരാട് കോഹ്ലി കളത്തിലിറങ്ങിയതോടെ സ്വന്തമാക്കിയിരുന്നു. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം, 202 റൺസ് വിജയലക്ഷ്യം എന്ന് ഇതിൽ എത്തിയത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നിരയെ നോക്കുകയാണെങ്കിൽ 80 റൺസ് എടുത്ത ഇഷാൻ കിഷനും അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഇഷാൻ കിഷനും അതേപോലെ തന്നെ അവസാന ഓവറുകളിൽ അനികേത് വർമ്മയും കൂടിയാണ് ഒരു മികച്ച സ്കോറിലേക്ക് സൺറൈസേഴ്സിനെ എത്തിച്ചത്. എന്നാൽ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ബംഗളൂരിനായി മികച്ച ഒരു പ്രകടനം, അതായത് IPL അരങ്ങേറ്റത്തിൽ തന്നെ 3 വിക്കറ്റുമായി തിളങ്ങിയ ജേക്കബ് ഡഫിയുടെ പ്രകടനവും നമ്മൾ ഇതിൽ എടുത്തു പറയണം. എന്തായാലും ഒരു മികച്ച വിജയം തന്നെ സ്വന്തമാക്കിക്കൊണ്ട് ഈ ഒരു സീസൺ ആരംഭിച്ചിരിക്കുകയാണ് RCB. സരിക, ശരി, ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് RCB. ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.